വെൽക്കം ടു PSC ബേസിക്സ്. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ പുതിയ SCERT പുസ്തകം ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്, ജീവൻ്റെ ജനിതകം. ഇത് പഴയ സിലബസിലുമുണ്ട്, പക്ഷേ വളരെ ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാവുന്ന തരത്തിലാണ് ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് ജെനറ്റിക്സ്, എന്താണ് DNA, എന്താണ് RNA, പിന്നെ നമ്മുടെ ഗ്രിഗർ മെൻഡലിൻ്റെ പരീക്ഷണം, ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിൽ വളരെ നല്ല പോയിന്റ്സോട് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണിത്. ഇതിൽ മൊത്തം 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 10 ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് താഴെ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിലും പ്രശ്നമില്ല, നമ്മുടെ നോട്ട്സ് എല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ നോട്ട്സ് കിട്ടും. നോട്ട്സ് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് എടുക്കാനുണ്ട്. അത് നമ്മൾ ടെലിഗ്രാം ചാനൽ വഴി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കൂടുതൽ SCERT ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, കടക്കാം. ടെലിഗ്രാം ചാനലിൻ്റെ പേര് മറക്കണ്ട, PSC ബേസിക്സ് 1 എന്നാണ്. ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് പോയാലും മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കറണ്ട് അഫെയർസ്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൂടി ഈ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ട് PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. രസതന്ത്രത്തിനുള്ള 2020 നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2020 കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസ്, ബയോളജിക്കകത്താണ് കെമിസ്ട്രിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ കയറി വന്നതെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആർക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്? ആർക്കാണ് കിട്ടിയത്? ആൻസർ ഇമ്മാനുവൽ ഷാർപ്പൻഡറിനും ജെന്നിഫർ എ ഡൗട്ട്നയ്ക്കുമാണ്. ഇമ്മാനുവൽ ഷാർപ്പൻഡറിനും ജെന്നിഫർ എ ഡൗട്ട്നയ്ക്കുമാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ കെമിസ്ട്രിക്ക് 2020 നോബൽ പ്രൈസ് കിട്ടിയ കാര്യം പറഞ്ഞുകൊണ്ടാണ്. അതായത് ജീൻ എഡിറ്റിങ്ങിൻ്റെ രീതിശാസ്ത്രം വികസിപ്പിച്ചതിനാണ് കെമിസ്ട്രിക്ക് 2020 ജെന്നിഫർ എ ഡൗട്ട്നയ്ക്കും ഇമ്മാനുവൽ കാർപ്പൻഡറിനും നോബൽ പ്രൈസ് കിട്ടിയത്. DNA ജീനുകളിൽ എന്താണ്? DNA ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റൻ പ്രക്രിയയ്ക്ക് ക്രിസ്പർ-ക്യാസ് എന്നൊരു ടെക്നോളജി കണ്ടെത്തി. ഇത് ജനിതക രോഗ ചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും ഒക്കെ ഒരുപാട് മാറ്റം ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് അവർക്ക് 2020 കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പം മറക്കരുത്, കിട്ടിയത് ജെന്നിഫർ എ ഡൗട്ട്നയ്ക്കും ഇമ്മാനുവൽ കാർപ്പൻഡറിനുമാണ്. ഓക്കെ, അപ്പോൾ അതൊരു ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ആണ്, പക്ഷേ അതൊരു SCERT ഫാക്റ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇനി നമ്മൾ 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. ആൻസർ ചെയ്തതിന് ശേഷം ലാസ്റ്റ് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇടയ്ക്ക് ഞാൻ ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ഉത്തരം കൂടി കമൻ്റ് ആയിട്ട് തരാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, DNA ഇരട്ട ചുറ്റുകോവണി മാതൃക ഡബിൾ ഹെലിക്സ് മോഡൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? DNA ഇരട്ട ചുറ്റുകോവണി മാതൃക ഡബിൾ ഹെലിക്സ് ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് ജെയിംസ് വാട്സണും ഫ്രാൻസ് ക്രിക്കുമാണ്. ജെയിംസ് വാട്സണും ഫ്രാൻസ് ക്രിക്കും ചേർന്നിട്ട് 1953 എന്നാണ് 1953 ജെയിംസ് വാട്സണും ഫ്രാൻസ് ക്രിക്കും ചേർന്നിട്ട് DNA ചുറ്റുകോവണി മാതൃക അഥവാ ഡബിൾ ഹെലിക്സ് മോഡൽ അവതരിപ്പിച്ചു. ഇത് എവിടെ നിന്ന് കിട്ടി ഇവർക്ക് കിട്ടിയത് ഒരു എക്സ്റേ പഠനത്തിൽ നിന്നാണ്. അതായത് ഒരു DNA എക്സ്റേ എടുത്തപ്പോൾ, DNA എക്സ്റേ അല്ല, എന്തെടുത്തു, എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രങ്ങൾ എടുത്തപ്പോൾ അവിടെ DNA നമുക്ക് കാണാനായിട്ട് പറ്റി. ഇതെടുത്തത് ആരൊക്കെയാണെന്ന് ചോദിക്കും. റോസ്ലിൻ ഫ്രാങ്ക്ലിനും മോറിസ് വിൽക്കിൻസും ആണ്. ഇവിടെ ഒരു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. 1962 മെഡിസിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെ? താഴെ തന്നിരിക്കുന്നവയിൽ ആർക്കൊക്കെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. നമ്മുടെ DNA ഘടന കണ്ടെത്തിയ ജെയിംസ് വാട്സണും ഫ്രാൻസ് ക്രിക്കിനും, അതും കൂടാനിട്ട് മോറിസ് വിൽക്കിൻസിനും കിട്ടി. അപ്പൊ ഈ മോറിസ് വിൽക്കിൻസ് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ DNA ഒരു ഘടന കിട്ടിയത് ഒരു എക്സ്റേ പഠനത്തിൽ നിന്നാണ്. ഈ എക്സ്റേ കുറിച്ച് പഠിച്ച 2 ശാസ്ത്രജ്ഞരാണ് റോസ്ലിൻ ഫ്രാങ്ക്ലിനും. ആരൊക്കെയാണ്? റോസ്ലിൻ ഫ്രാങ്ക്ലിനും പിന്നെ ഉള്ളത് മോറിസ് വിൽക്കിൻസും ആണ്. ഈ മോറിസ് വിൽക്കിൻസും റോസ്ലിൻ ഫ്രാങ്ക്ലിനും കൂടി എടുത്ത ചിത്രത്തിൽ, അതിൽ റോസ്ലിൻ ഫ്രാങ്ക്ലിൻ ആണ് ഫോട്ടോ 51 എന്ന പ്രശസ്തമായ DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രത്തിന് ആധാരമായിട്ടുള്ള ആ ഒരു ചിത്രം എടുത്തത്. ഏതാണ്? ഫോട്ടോ 51. ഈ ഫോട്ടോ 51 എടുത്തത് ആരാണ്? റോസ്ലിൻ ഫ്രാങ്ക്ലിൻ ആണ്. പക്ഷേ 1958 റോസ്ലിൻ ഫ്രാങ്ക്ലിൻ 37-ാം വയസ്സിൽ മരിച്ചു പോയതുകൊണ്ട് 1962 മെഡിസിനുള്ള അവാർഡ് കൊടുത്തപ്പോൾ ഈ 3 ആൾക്കാരെ
പരിഗണിച്ചോളൂ, നമ്മുടെ റോസ്ലിൻ ഫ്രാങ്ക്ലിനെ പരിഗണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് മെഡിസിനുള്ള നോബൽ പ്രൈസ് 1962 ആർക്കൊക്കെ കിട്ടിയത്? 1953 DNA കണ്ടുപിടിച്ച ജെയിംസ് വാട്സണും ഫ്രാൻസ് ക്രിക്കിനും പിന്നെ ഈ DNA ഘടന കണ്ടെത്തിയ ആ ഒരു എക്സ്റേ റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ മോറിസ് വിൽക്കിൻസിനും കിട്ടിയത്. പക്ഷേ എക്സ്റേ അല്ലെങ്കിൽ ആ ഫോട്ടോ 51 എന്ന ചിത്രം എടുത്തത് ആരെന്ന് ചോദിക്കുവാണെങ്കിൽ അത് ആരാണ്? അത് പിന്നെ പ്രത്യേകിച്ച് ഓർമ്മിക്കുക റോസ്ലിൻ ഫ്രാങ്ക്ലിൻ ആണ്. അപ്പൊ ഈ ഭാഗത്തുനിന്ന് വരാൻ പറ്റിയ ഒരു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് അത്. ഓക്കെ, അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഒരു കോശത്തിൽ എത്ര ജോഡി ക്രോമസോമുകൾ കാണപ്പെടുന്നു? എത്ര ജോഡി ക്രോമസോമുകൾ ഉണ്ട്? ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. എത്ര ജോഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്ര ജോഡി എന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ബി ആണ്, 23 ജോഡിയാണുള്ളത്. പക്ഷേ എത്ര എണ്ണം എന്നായിരുന്നു ഇവിടെ ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആൻസർ ചെയ്യാൻ പറ്റും ഓപ്ഷൻ ഡി 46 എന്ന്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മനുഷ്യ ശരീരത്തിലെ ഒരു കോശത്തിൽ എത്ര ജോഡി ക്രോമസോമുകൾ കാണപ്പെടുന്നു? 23. എത്ര എണ്ണം ക്രോമസോമുകൾ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അത് 46 എണ്ണമാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇത് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ മനുഷ്യരിൽ മൊത്തം 46 എണ്ണം ക്രോമസോമുകളുണ്ട്. ഇതിനകത്ത് 44 എണ്ണം സ്വരൂപ ക്രോമസോമുകളും 2 ലിംഗനിർണയ ക്രോമസോമുകളാണ് ഉള്ളത്. 22 ജോഡി ഈ സ്വരൂപ ക്രോമസോമുകൾ വഴിയാണ് ശാരീരിക സവിശേഷതകൾ നമ്മൾ കണ്ടെത്താനായിട്ട് പറ്റുന്നത്. ഇതിനകത്ത് മാതാവിൽ നിന്നും മറ്റൊന്ന് പിതാവിൽ നിന്നും ലഭിച്ചിട്ടുള്ള 2 ക്രോമസോമുകൾ ചേർന്നിട്ടാണ് സമരോപ ക്രോമസോമുകൾ ഉണ്ടാവുന്നത്. ഇത് മൊത്തത്തിൽ ചേർന്നിട്ടാണ് ഈ 44 എണ്ണം ഉണ്ടാവുന്നത്. ഇതാണ് നമ്മുടെ ശാരീരിക സവിശേഷതയെ നിയന്ത്രിക്കുന്നത്. ഇനി ലിംഗനിർണയ ക്രോമസോമാണ്, അതായത് സെക്സ് ക്രോമസോംസ്. ഇത് 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? എക്സും പിന്നെ വൈ ക്രോമസോമും. വൈ ക്രോമസോമും എക്സ് ക്രോമസോമുകളെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. ഇനി വൈ ക്രോമസോമിന് ഒരു ജീനുണ്ട്, അത് SRY ജീനാണ്. ഇത് ഭ്രൂണത്തിൽ വൃഷണങ്ങളുടെ വികാസനത്തിന് കാരണമാകുന്നത് ഈ ഒരു ജീനാണ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ്. അടുത്ത ചോദ്യം, പുരുഷന്മാരിലെ ലിംഗനിർണയ ക്രോമസോമുകൾ ഏതാണ്? പുരുഷന്മാരിലെ ലിംഗനിർണയ ക്രോമസോമുകൾ ഏതാണ്? ഓപ്ഷൻ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഓപ്ഷൻ സി ആണ്, XY ആണ്. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിലോ XX ആണ്. നെക്സ്റ്റ് ഒരു ചോദ്യം ഞാൻ 10 ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷെ ശ്രദ്ധിച്ച് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു എക്സാമായിട്ട് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് തന്നിരിക്കുന്നത് കുറച്ച് അസുഖങ്ങളാണ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസീസ് ആണ്, ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആണ്. ക്രോമസോമിൻ്റെ എണ്ണം കൂടുന്നത് കൊണ്ടും കുറയുന്നത് കൊണ്ടും ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ. അതിന് ഓരോന്നിനും ഓരോ പേരിട്ടിട്ടുണ്ട്. ഇത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 44 + X0 എന്താണത്? അതെന്ന് പറയുന്നത് ടർണർ സിൻഡ്രോം ആണ്. ടർണർ സിൻഡ്രോം. അടുത്തത് 44 + XX. ആ പേരിൽ തന്നെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. XXX സിൻഡ്രോം ആണ് XXX. അടുത്തത് 44 + XXY എന്താണത്? ആൻസർ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ആണ്. ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം. ഇനി 44 + XYY ആണ്, അത് XYY സിൻഡ്രോം തന്നെയാണ്. അപ്പം ഇത് നമ്മുടെ ഒരു SCERT-ക്കകത്ത് ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം ഇതുപോലെ. അപ്പോൾ 44 + X0 എന്ന് വെച്ചാൽ അത് ടർണർ സിൻഡ്രോം ആണ്. ഇതൊരു X ക്രോമസോം മാത്രമുള്ള സ്ത്രീകളാണ്. ഇനി 44 ഈ 44 എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ സ്വരൂപ ക്രോമസോമുകളാണ്. ബാക്കിയുള്ള XXX എന്ന് പറയുന്നത് ലിംഗനിർണയമാണ്. അതാണ് ഇത്രയും വരുന്നത്. ഇത് 3 X ക്രോമസോമുകൾ ഉള്ള സ്ത്രീകളാണെങ്കിൽ അവയെ XXX സിൻഡ്രോം എന്നും 44 + XXY 2 X ക്രോമസോമും 1 Y ക്രോമസോമും ഉള്ള പുരുഷന്മാരാണ് ഇവരെ നമ്മൾ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എന്ന അവസ്ഥയുള്ളവരാണ്. അടുത്തത് 44 + XYY ആണ്. 1 ക്രോമസോമുണ്ട്, 2 Y ക്രോമസോമുകളുള്ള പുരുഷന്മാരാണ്. ഇവർ XYY സിൻഡ്രോം എന്ന അവസ്ഥയുള്ളവരാണ്. ഇത്രയും ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നത് ഇത് ക്വസ്റ്റ്യൻ ആൻസർ ആയതുകൊണ്ടാണ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ വന്നാൽ മതി. ഡീപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ പഠിക്കാവുന്നതാണ്. ഓക്കെ, DNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? DNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്?
ഏതാണ്? DNA ആണ് ക്വസ്റ്റ്യൻ. DNA കാണപ്പെടുന്നത് അഡിനിൻ, ഗുവാനിൻ, തയാമിൻ, സൈറ്റോസിൻ എന്നിവയാണ്. അപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷനിൽ കാണപ്പെടാത്തത് യുറാസിലാണ്. യുറാസിൽ എവിടെയാണ് കാണപ്പെടുന്നത്? RNAക്കകത്ത് കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ആണ്. ഓക്കെ, അപ്പോൾ RNAക്കകത്ത് ഏതൊക്കെയുണ്ട്? അഡിനിനും, ഗുവാനിനും, സൈറ്റോസിനും, യുറാസിലും ആണുള്ളത്. DNAക്കകത്താണെങ്കിൽ അഡിനിനും, ഗുവാനിനും, സൈറ്റോസിനും, തയാമിനാണ് ഉള്ളത്. ഓക്കെ, അടുത്തത് പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ വിവരങ്ങൾ വഹിക്കുന്ന RNA ഏതാണ്? പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായ വിവരങ്ങൾ, ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ മെസ്സേജസ് വഹിക്കുന്ന RNA ഏതാണ്? അത് ഓപ്ഷൻ സി ആണ്, mRNA ആണ്. അപ്പോൾ പ്രോട്ടീൻ നിർമ്മാണത്തിന് 3 തരത്തിലുള്ള RNA ആണുള്ളത്. ഒന്ന് tRNA, പിന്നെ mRNA, പിന്നെ rRNA. ഇത് ഡീറ്റെയിൽ ആയിട്ട് SCERT പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. tRNA എന്നാൽ ട്രാൻസ്ഫർ RNA, rRNA റൈബോസോം RNA, mRNA മെസ്സേജ് RNA ആണ്. അപ്പോൾ ഇതിന് ഓരോന്നിനും സെപ്പറേറ്റ് ഫങ്ഷൻസ് ആണ് ഉള്ളത്. DNA കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതല്ലെങ്കിൽ തെറ്റായത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. DNAയുടെ അടിസ്ഥാന ഘടകം ന്യൂക്ലിയോടൈഡുകളാണ്. ആൻസർ എന്താണ്? ആൻസർ ശരിയാണ്. എന്ത്? DNAയുടെ അടിസ്ഥാന ഘടകം ന്യൂക്ലിയോടൈഡുകളാണ്. DNAയിൽ യുറാസിൽ എന്ന നൈട്രജൻ ബേസ് കാണപ്പെടുന്നു. അതും ശരിയാണ്. DNAയിൽ യുറാസിൽ എന്ന നൈട്രജൻ ബേസ് കാണപ്പെടുന്നു. ശരിയാണോ? അല്ല, തെറ്റാണ്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. RNAയിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ആണ് ഏത്? യുറാസിൽ എന്നത്. DNA ഇരട്ട ചുറ്റുഗോവണി മാതൃക ജെയിംസ് വാട്സണും ഫ്രാൻസ് ക്രിക്കും ചേർന്നിട്ടാണ് ആവിഷ്കരിച്ചത്. അതും ശരിയാണ്. അപ്പം തന്നിട്ടുള്ളതിൽ 3, 1, 3 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. 1, 3 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ക്രോമസോമുകളെയും ജീനിനെയും സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ക്വസ്റ്റ്യൻ ശരിയായത് ഏതാണെന്നാണ്. മനുഷ്യരിൽ 23 ജോഡി ക്രോമസോമുകളാണുള്ളത്. ശരിയാണ്. ലിംഗനിർണയത്തിന് സഹായിക്കുന്ന SRY ജീൻ X ക്രോമസോമിലാണ് കാണപ്പെടുന്നത്. അത് തെറ്റാണ്. SRY ജീൻ കാണപ്പെടുന്നത് Y ക്രോമസോമിലാണ് കാണപ്പെടുന്നത്. DNA ഒരു നിശ്ചിത ഭാഗമാണ് ജീൻ. എന്താണ്? അതും തെറ്റാണ്. DNA ഒരു നിശ്ചിത ഭാഗമല്ല. DNA ഇത് ചേർന്നിട്ടുള്ളതാണ് ജീൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ തന്നിട്ടുള്ളതിൽ 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. മനുഷ്യരിൽ 23 ജോഡി ക്രോമസോമുകളാണ് കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പ്രോട്ടീൻ നിർമ്മാണ പ്രക്രിയയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രക്രിയയിലൂടെ mRNA DNA-യിൽ നിന്നും വിവരങ്ങൾ സ്വീകരിക്കുന്നു. അത് ശരിയാണ്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രക്രിയയിലൂടെ mRNA DNA-യിൽ നിന്ന് വിവരങ്ങൾ സ്വീകരിക്കുന്നു. പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത് കോശത്തിലെ മൈറ്റോകോൺട്രിയയിലാണ്. ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടെത്തുക. പ്രോട്ടീൻ നിർമ്മാണം എവിടെയാണ് നടക്കുന്നത്? അമിനോ ആസിഡുകൾ കൊണ്ടുവരുന്നത് tRNA ആണ്. അമിനോ ആസിഡുകൾ കൊണ്ടുവരുന്നത് tRNA ആണ്. അപ്പം അതും ശരിയാണ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രക്രിയയിലൂടെ mRNA DNA-യിൽ നിന്ന് വിവരങ്ങൾ സ്വീകരിക്കുന്നു. അമിനോ ആസിഡുകൾ കൊണ്ടുവരുന്നത് tRNA ആണ്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ? ബാക്കി ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ആൻസർ പിൻ ചെയ്തേക്കാം. ഓക്കെ, അടുത്തത് വ്യതിയാനങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏവ? വ്യതിയാനങ്ങൾ എന്നാൽ വേരിയേഷൻസ് ആണ്. നോക്കാം. ഒന്നാമത്തത്, വ്യതിയാനങ്ങൾ ജീവിവർഗങ്ങളുടെ നിലനിൽപ്പിനും പരിണാമത്തിനും അനിവാര്യമാണ്. അത് ശരിയാണ്. ഒരേ മാതാപിതാക്കൾക്ക് ജനിക്കുന്ന എല്ലാ കുട്ടികളും എല്ലാ കാര്യങ്ങളിലും സമാനമായിരിക്കും. അങ്ങനെയാണോ? അല്ല, തെറ്റാണ്. പ്രകട ഗുണങ്ങളും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. വ്യതിയാനങ്ങൾ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടാറുണ്ട്. അത് ശരിയാണ്. വ്യതിയാനങ്ങൾ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ 1, 3 എന്നിവ ശരിയായിട്ടുള്ള പോയിന്റ്സ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ചെമ്പരത്തി പൂവിൻ്റെ നിറം ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ ഉദാഹരണമാണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ ഒരു അലിയിൽ മാത്രമേ പ്രകടമാവുകയുള്ളൂ. ചെമ്പരത്തിപ്പൂവിൻ്റെ നിറം ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് ഉദാഹരണമാണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ ഒരു അലിയിൽ മാത്രമേ പ്രകടമാവുകയുള്ളൂ. എന്താണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ്. 2 ആണ്. 2 ശരിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അലീലുകൾ ഈ ഡൊമിനൻസിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. പ്രകടഗുണം, ഗുപ്തഗുണം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാൽ
ഹയർ എക്സാമുകൾക്ക് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ടും ലാർജ് വീഡിയോസൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ എന്തൊക്കെയാണ് അഭിപ്രായം, സജഷൻസ് എന്ന് അറിയിക്കുക. അതുമാത്രമല്ല കമൻറ്റ് ചെയ്യുക, എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.